ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്ലോകം 51, അധ്യായം 7, ആദിലീല. ത്വമാരേ നിന്ദയേ യഥാ സന്ന്യാസിരഗണ ശുനിതേന പാട്ടേ ഹൃദയശ്രവണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ത്വമാരേ നിന്ദേയ യഥാ സന്യാസീരഗണ ശൂന്യതേന ച പാടേ ഹൃദയ ശ്രവണ. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീലപ്രഭാത് കി ജയ്. അങ്ങേക്കെതിരെയുള്ള മായാവാദി സന്യാസിമാരുടെ വിമർശനങ്ങൾ ഞങ്ങളുടെ ഹൃദയം തകർക്കുന്നു. ഞങ്ങൾക്കിത് സഹിക്കുവാനാകില്ല. ഭാവാർത്ഥം. ഇത് ഭഗവാൻ കൃഷ്ണനോടും മഹാപ്രഭുവിനോടുമുള്ള യഥാർത്ഥ പ്രേമത്തിന്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ്. കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള വൈഷ്ണവരുണ്ട്. വൈഷ്ണവ ജീവിതത്തിന്റെ താഴേക്കിടയിലുള്ള കനിഷ്ഠാധികാരിക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിലും ശാസ്ത്ര സാരാംശങ്ങൾ വേണ്ടത്ര സുപരിചിതമല്ല. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മധ്യമാധികാരിക്ക് തികഞ്ഞ ശാസ്ത്രജ്ഞാനവും ഗുരുവിലും ഭഗവാനിലും ഉറച്ച വിശ്വാസവുമുണ്ട്. അതിനാൽ അവർ അഭക്തന്മാരെ അവഗണിച്ച് നിഷ്കളങ്കരായ അജ്ഞാനികൾക്ക് ധർമ്മോപദേശം ചെയ്യുന്നു. ഭക്തിയുത സേവനത്തിന്റെ ഉന്നത നിലയിലുള്ള മഹാഭാഗവതൻ ഉത്തമാധികാരി. ആരെയും വൈഷ്ണവ തത്വങ്ങളുടെ എതിരാളിയായി കാണുന്നില്ല. താനൊഴികെ മറ്റെല്ലാവരെയും വൈഷ്ണവരായി അദ്ദേഹം കാണുന്നു. ഒരുവൻ തൃണത്തേക്കാൾ എളിയവനും വൃക്ഷത്തേക്കാൾ സഹിഷ്ണുതയുള്ളവനുമായിരിക്കണമെന്നുള്ള തൃണാദപി സുനി ചേന തരൂർ അഭി സഹിഷ്ണുന. മഹാപ്രഭുവിന്റെ നിർദ്ദേശത്തിന്റെ സാരം ഇതാണ്. ഒരു പ്രചാരകനാകുന്നതിനായി ഉത്തമാധികാരിക്ക് മധ്യമാധികാരിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. കാരണം ഒരു പ്രചാരകന് വൈഷ്ണവ നിന്ദ സഹിക്കുവാനാകില്ല. ഒരു കനിഷ്ഠാധികാരിക്കും ഇത് സഹസഹനീയമാണെങ്കിലും ശാസ്ത്രങ്ങളിൽ നിന്നുള്ള തെളിവുകൾ നൽകി നിന്ദ അവസാനിപ്പിക്കുവാൻ അവൻ പ്രാപ്തനല്ല. ബനാറസിലെ സന്യാസിമാരുടെ വാദങ്ങളെ ഖണ്ഡിക്കുവാനാകാത്തതിനാൽ തപന മിശ്രയെയും ചന്ദ്രശേഖരനെയും കനിഷ്ഠ അധികാരികളെന്ന് മനസ്സിലാക്കാം. ഇതിനെതിരായി നടപടിയെടുക്കണമെന്ന് അവർ മഹാപ്രഭുവിനോട് അപേക്ഷിച്ചു. എന്തെന്നാൽ വിമർശനങ്ങൾ സ്വയം നേരിടുവാനായില്ലെങ്കിലും അവർക്കത് അസഹനീയമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. മായാവാദി സന്യാസികൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ വാരണാസിയിൽ ഒരുപാട് മായാവതി സന്യാസികളുള്ള സമയമായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ ഒരുപാട് അവര് നിന്ദിക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചന്ദ്രശേഖറും അതേപോലെ തന്നെ തപൻ മിശ്രയും ഇവർ രണ്ടുപേരും വന്ന് മഹാപ്രഭുവിനോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ ക്രിറ്റിസിസം ഒന്നും കേൾക്കാനുള്ള ശക്തിയില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ ഹൃദയം ഉരുകുന്നു, അല്ലെങ്കിൽ ഹൃദയം വേദനിക്കുന്നു, ഒരുപാട് വേദന ഞങ്ങൾക്ക് തരുന്നു, ഇതെല്ലാം മഹാപ്രഭുവിനോട് പറയുവാണ്. അപ്പോൾ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, 3 തരത്തിലുള്ള ഭക്തരുണ്ട്. കനിഷ്ഠാധികാരികൾ, മധ്യമാധികാരികൾ, ഉത്തമാധികാരികൾ. നമുക്കറിയാം, ഇതെല്ലാം ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കനിഷ്ഠാധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ഭഗവാനുള്ള വിശ്വാസം വളരെ കുറവായിരിക്കും. ഭഗവാനുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, പക്ഷെ കോമള ശ്രദ്ധ എന്ന് പറയും. കോമള ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അല്ല, ഫെയ്ത്ത് സ്ട്രോങ് അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ധാരണ ഭഗവാൻ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. വൈഷ്ണവരില് അവർക്ക് വിശ്വാസമില്ല, ഭക്തരിൽ അവർക്ക് വിശ്വാസമില്ല. അതായത് ഭക്തരെ ആദരിക്കണം, ഭക്തരെ സേവിക്കണം എന്നുള്ള ഒരു ഭാവമൊന്നും അവർക്കില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നു മധ്യമാധികാരികൾ. മധ്യമാധികാരികൾക്ക് ശാസ്ത്രങ്ങൾ നല്ല രീതിയിൽ അറിയാം. അവരുടെ വിശ്വാസവും വളരെ നല്ലതാണ്. കനിഷ്ഠരെ പോലെയല്ല, നല്ല വിശ്വാസമുണ്ട് ഭഗവാനിലും. അതേപോലെ തന്നെ വൈഷ്ണവരിൽ വിശ്വാസമുണ്ട്. വൈഷ്ണവരെയും അവര് സേവിക്കുന്നു, ആരാധിക്കുന്നു. അപ്പോൾ അതാണ് മധ്യമാധികാരികളുടെ പ്രത്യേകത. ഇനി മഹാഭാഗവതർ അല്ലെങ്കിൽ ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണി കവിഹസ്തിനി ശുനിചേവ സ്വപാക്കിച്ച പണ്ഡിത സമദർശന. അവരെ സംബന്ധിച്ച് അവരെല്ലാവരും ഒരേപോലെ കാണുന്നു. അപ്പോൾ ഉത്തമാധികാരികൾ പ്രചരണത്തിന് സഹായകമാവുന്നത് മധ്യമാധികാരിയുടെ റോളാണ്. കാര്യം മധ്യമാധികാരിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ആരാണ് ഭക്തര്, ആരാണ് അഭക്തർ.
അത് ആ അഭക്തരിലും ഭക്തരല്ലാത്തവരിലും പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് കൃഷ്ണാവബോധം പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് അവർക്കൊരു ധാരണയുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തമാധികാരികൾക്ക് അവരെല്ലാവരെയും ഒരേപോലെ കാണുന്നു. അപ്പൊ ഒരു ഡിഫറൻസിയേഷൻ അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു കോൺഷ്യസ്നസ് അങ്ങനെയാണ്. അത് ഒരുപാട് ഉയർന്ന കോൺഷ്യസ്നസ് ആണ്, സംശയമില്ല. പക്ഷെ പ്രചരണം ചെയ്യുന്നതിന് നമുക്കറിയണം, നമ്മൾ മനസ്സിലാക്കണം ആർക്ക് എന്ത് മരുന്നാണ് വേണ്ടത്, ആ മരുന്നനുസരിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാൻ, അല്ലെ? അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ആവശ്യമാണ്. മഹാഭാഗവതരുടെ അവരുടെ വീക്ഷണം തന്നെ വ്യത്യാസമുണ്ട്. എല്ലാത്തിലും ഭഗവാനെ കാണുന്നു, എല്ലാവരിലും ഭഗവാനെ കാണുന്നു, അവിടെ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അങ്ങനെ വരുമ്പോൾ വേണ്ട രീതിയിൽ പ്രചരണം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉത്തമാധികാരികളായിട്ടുള്ള മഹാഭാഗവതര് മധ്യമാധികാരികളെ പോലെ അവര് താഴേക്ക് ഇറങ്ങി വന്ന്, അതായത് അവരുടെ കോൺഷ്യസ്നസ് മാറ്റുക എന്നുള്ളതല്ല, അതായത് ഈ ഒരു പ്രചരണം ഒരു ഭഗവാന്റെ സേവനമായി മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അവർ മധ്യമാധികാരികൾ ചെയ്യുന്ന പോലെ അവര് പ്രചരണം ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവര് ഭക്തരിൽ നല്ല വിശ്വാസമുണ്ട്, ശാസ്ത്രങ്ങളിൽ നല്ല വിശ്വാസവും, അപ്പോൾ ഭക്തരെ ആരാധിക്കുന്നതിലും ഗുരുവിൽ വിശ്വാസവും ഒക്കെ മധ്യമാധികാരികൾക്കുണ്ട്. അതുകൊണ്ട് കനിഷ്ഠാധികാരികളെ സംബന്ധിച്ച് അവര് ഭഗവാൻ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല, അല്ലെ? കാര്യം ഗുരുവിന്റെ സ്ഥാനം, ഭക്തരുടെ സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ സേവിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഭക്തരെ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഭഗവാൻ എപ്പോഴും പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് പറയുന്നതും. അപ്പൊ അതാണ് 3 തരത്തിലുള്ള ഭക്തർ. ഇനി ശ്രീല പ്രഭുജി പറയുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം, അതായത് എന്താണ് അദ്ദേഹത്തിന്റെ മഹാപ്രഭു 8 അഷ്ടകങ്ങൾ, അതായത് 8 ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട് ശിഷ്ടാഷ്ടകത്തിന്റെ രൂപത്തിൽ. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് തൃണാദ ഭീഷുനി ചേന തരോ റിവ സഹിഷ്ണുന. ആ ശ്ലോകം കാര്യം അവിടെ പറയുന്നു എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ എന്നുള്ളത്. ഒരു ഭക്തന്റെ ക്വാളിറ്റി അവിടെ പറയുന്നു, വൈഷ്ണവന്റെ ക്വാളിറ്റി അവിടെ പറയുന്നു. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. വൈഷ്ണവരുടെ എല്ലാ പ്രിൻസിപ്പിൾസും ഉത്തമാധികാരികൾ ഫോളോ ചെയ്യുന്നു. ഉത്തമാധികാരികൾ ഈ തൃണാദപി ശുനീചേന എന്ന് പറയുന്ന ശ്ലോകം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ഇവിടെ പ്രചരണത്തിന് മധ്യമാധികാരികളാവണം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, പ്രഭുപാദി പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നു തപൻ മിശ്രയും ചന്ദ്രശേഖറും അവര് കനിഷ്ഠാധികാരികളെ പോലെ അവർക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി അവര് കനിഷ്ഠരല്ല, അവര് പരിശുദ്ധ ഭക്തരാണ്, മഹാപ്രഭുവിന്റെ ഭക്തരാണ്. അവർ കനിഷ്ഠരായിട്ടല്ല. അവർക്ക് ഈ ക്രിറ്റിസിസം സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ഉത്തമാധികാരികളെ സംബന്ധിച്ച് അവർ ക്രിറ്റിസിസം കേട്ട് കഴിഞ്ഞാലും അവർക്ക് അത് ക്രിറ്റിസിസം ആയിട്ട് തോന്നില്ല. അതാണ് അവരുടെ ഒരു ലെവൽ. മധ്യമാധികാരികളാണെങ്കിൽ അവിടെ നിന്ന് ഒഴിയാൻ നോക്കും, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നു. കനിഷ്ഠാധികാരികളെ സംബന്ധിച്ച് അവർക്ക് ഇത് ഒരുപാട് വിഷമം കൊടുക്കുന്നു. പക്ഷെ അവർക്ക് ശാസ്ത്രത്തിൽ ഒരുപാട് ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ അവർക്ക് ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കാൻ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരുപാട് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കനിഷ്ഠാധികാരികൾ എന്നിവിടെ പറയുന്നത് ഒരിക്കലും അവർ ശരിക്കും കനിഷ്ഠരാണെന്ന് വിചാരിക്കരുത്. തപൻ മിശ്രും ചന്ദ്രശേഖറും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ്, ശുദ്ധ ഭക്തരാണ് അവര്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. തപൻ മിശ്ര ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ രഘുനാഥ് ഭട്ട് ഗോസ്വാമിയുടെ അച്ഛനാണ്. ചന്ദ്രശേഖറും അതേപോലെ വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ തന്നെയാണ്, ഒരു സംശയമില്ല. ചൈതന്യ മഹാപ്രഭു നേരിട്ട് അവരുടെ വീട്ടിൽ വരുന്നു, താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ലെവൽ? എന്നാൽ അവർക്ക് എന്താണ് അവരുടെ ഹൃദയത്തിൽ വിഷമം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മഹാപ്രഭു തന്നെ ഇതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെ? മായാവാദികളെ അല്ലെങ്കിൽ അഭക്തരെ, അവരെ എല്ലാവരെയും ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവരണം, കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം തപൻ മിശ്രയ്ക്കും ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു നേരിട്ട് അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാപ്രഭുവിനോട് പറയുന്നത്. അവർക്ക് ആർഗ്യുമെന്റ് ചെയ്ത് ജയിക്കാൻ
ഒരുപക്ഷെ പറ്റാത്തത് കൊണ്ടായിരിക്കില്ല മഹാപ്രഭുവിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. മഹാപ്രഭു ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലെ? അതാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. 52 നോക്കാം. ഇഹാ ശുനിരഹേ പ്രഭു ഈശത് ഹാസിയ സെയി കാലെ ഏക വിപ്ര മിലീല ആശിയ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈഹാശുനിരഹേ പ്രഭു ഈശസ് ഹാസിയ സേകാലെ ഏക വിപ്ര മിലീല ആസിയ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം തപനമിശ്രയും ചന്ദ്രശേഖരനും മഹാപ്രഭുവിനോട് സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ സമയം ഒരു ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ കാണുവാനായി അവിടെ വന്നു. ഭാവാർത്ഥം: നിന്ദ തനിക്കെതിരെയുള്ളതാകയാൽ ദുഃഖിതനാകുന്നതിന് പകരം മഹാപ്രഭു പുഞ്ചിരിച്ചു. ഇത് മാതൃകാപരമായ വൈഷ്ണവ സ്വഭാവമാണ്. സ്വന്തം നിന്ദയ്ക്ക് എതിരായി ഒരുവൻ കുപിതനാകരുത്. എന്നാൽ മറ്റു വൈഷ്ണവർ നിന്ദിക്കപ്പെടുമ്പോൾ ഒരുവൻ മുകളിൽ നിർദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. തന്റെ പരിശുദ്ധ ഭക്തരായ തപനമിശ്രയോടും ചന്ദ്രശേഖരനോടും മഹാപ്രഭു അത്യന്തം കാരുണ്യമുള്ളവനായിരുന്നു. അതിനാൽ അവിടത്തെ കാരുണ്യത്താൽ ഉടൻ തന്നെ ഒരു ബ്രാഹ്മണൻ മഹാപ്രഭുവിന്റെ ദർശനത്തിനായി വന്നു ചേർന്നു. തന്റെ ഭക്തന്മാരെ സന്തുഷ്ടരാക്കുവാനായി തന്റെ സർവശക്തിത്വം ഉപയോഗിച്ച് മഹാപ്രഭു ഇപ്രകാരം ഒരവസ്ഥ സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാധവ്. തപൻ മിശ്ര, ചന്ദ്രശേഖർ ഇവര് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, അവരുടെ വിഷമം, ഹൃദയത്തിലുള്ള വിഷമം പറയുവാണ്. എല്ലാവരും അങ്ങേ ക്രിട്ടിസൈസ് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യണം, ഞങ്ങൾക്ക് പറഞ്ഞു ജയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം കേട്ട് അദ്ദേഹം ചിരിക്കുന്നു. കൃഷ്ണൻ തന്നെയാണ് മഹാപ്രഭു അല്ലെ? കൃഷ്ണനാണ് മഹാപ്രഭു. അതുകൊണ്ട് കൃഷ്ണൻ എന്താണ് ചെയ്യാറുള്ളത്? സാധാരണ സ്മിതം, മന്ദസ്മിതം. കൃഷ്ണന്റെ ചിരി വളരെ ഫേമസ് ആണ്. ചിരിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല, അത് വേറൊരു സബ്ജക്റ്റ് ആണ്. എന്നാലും ചിരി ഇപ്പോൾ യുദ്ധകളത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദുര്യോധനൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ദുര്യോധനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധകളത്തിൽ നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ ചിരിക്കുമായിരുന്നു. ദുര്യോധനൻ ചിന്തിക്കുന്നു, എന്താണ് ഇത്, മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അദ്ദേഹം ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ അടിക്കാൻ വേണ്ടി വരുന്നു, ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വരും, ദേഷ്യത്തിൽ വന്ന് നമ്മളോട് പറയുവാണ്, ആ സമയത്ത് നമ്മൾ ചിരിക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കും? അവരെന്തായിരിക്കും അവരുടെ ഉള്ളിൽ തോന്നുന്നത്? ആ ഒരു അവസ്ഥയായിരുന്നു ദുര്യോധനന് തോന്നുന്നുണ്ടായിരുന്നത്. കാര്യം ഭഗവാനെ സംബന്ധിച്ചതൊന്നും ഒരു വിഷയമല്ല അല്ലെ? ചൈതന്യ മഹാപ്രഭു ചിരിക്കുന്നു. ഇവിടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ബ്രാഹ്മണൻ വന്നതിന് ശേഷം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ആ ഒരു വൈഷ്ണവന്റെ ഒരു സദാചാരം, വൈഷ്ണവന്റെ ഒരു ബിഹേവിയർ കാണിക്കുകയാണ് ഇവിടെ. അതായത് ഇപ്പോൾ മഹാപ്രഭുവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നാണ് തപൻ മിശ്രയും ചന്ദ്രശേഖറും പറയുന്നത് മഹാപ്രഭുവിനോട്. ഇപ്പോൾ സാധാരണഗതിയിൽ സാധാരണ ഒരാളോട് പറയുവാണ്, നിങ്ങളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയോ, വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, അവരെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് നമുക്ക് ദേഷ്യം വരുന്നു, നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുന്നു. അത് റിയാക്ഷനിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു അല്ലെ? ആരെന്ത് പറയുന്നു അവർക്കെതിരെ പറയണം, അത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് അദ്ദേഹം നിശബ്ദനായി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ചൈതന്യ മഹാപ്രഭു അദ്ദേഹം തൃണാദപി ശുനീചേന തരോരപി സഹിഷ്ണുന മാനീന മാനദേന കീർത്തനീയ സദാഹരി. ആ ശ്ലോകം അദ്ദേഹത്തിന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ശ്ലോകം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ശരണാഗതി എന്താണ് എന്ന് കാണിച്ചു തരുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാകോരമോറെ, മഹാപ്രഭുവിന്റെ മഹാകൃപയാണ് ഇതെല്ലാം. ഈ വൈഷ്ണവ സദാചാരം എങ്ങനെയാണ്, ശരണാഗതി എങ്ങനെയാണ് എന്നൊക്കെ മഹാപ്രഭു ശിഖായേ ശരണാഗതി ഭക്തരെ പ്രാൺ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്. ശരണാഗതി എങ്ങനെയാണെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മളെ കാണിച്ചു തരുന്നു. അതേപോലെ വൈഷ്ണവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം,
വൈഷ്ണവർ എങ്ങനെയായിരിക്കണം? അപ്പോൾ വേണമെങ്കിൽ മഹാപ്രഭുവിന്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നാമായിരുന്നു, തോന്നിയെങ്കിലോ, അല്ലെങ്കിൽ നമ്മളെ പോലെ ആണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും തോന്നും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും തോന്നാതെ അദ്ദേഹം ചിരിക്കുവാണ്, ക്ഷമിക്കുന്നു. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു ഇതിലൂടെ കാണിച്ചു തരുന്നു. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എതിരെ ആരെങ്കിലും പറയുവാണെങ്കിൽ, വൈഷ്ണവർ നമ്മളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിൽ നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. അതാണ് ഒരു വൈഷ്ണവന്റെ ബിഹേവിയർ. നമ്മളത് സഹിക്കണം. എന്നാൽ വേറെ വൈഷ്ണവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് സഹിക്കാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അതാണ് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അത് നമുക്ക് സഹിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ പറയുകയോ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അത് വേണ്ട രീതിയിൽ വേണ്ട ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യണം മറ്റുള്ളവരെ പറയുമ്പോൾ. എന്നാൽ അവനവന് ക്രിറ്റിസിസം കേൾക്കുമ്പോൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം എന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ആ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തരുവാണ്. മഹാപ്രഭു അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, കുറ്റപ്പെടുത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, കാണിച്ചു തരുന്നത്. ചന്ദ്രശേഖറിന്റെയും തപൻ മിശ്രയുടെയും വിഷമം മഹാപ്രഭു അംഗീകരിക്കുന്നു. അവരുടെ ഉള്ളിൽ വിഷമം ഉണ്ടെന്ന് കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു എന്തെങ്കിലും ഇനി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു. അതായത് അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നു, അതിനെ ഞാൻ കറക്റ്റ് ചെയ്യണം, ഞാൻ ജസ്റ്റിഫൈ ചെയ്യണം, അവര് പറയുന്നത് ശരിയല്ല എന്ന് തെളിയിക്കണം, അങ്ങനെയൊന്നും മഹാപ്രഭുവിനില്ല. എന്നാൽ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നത് മഹാപ്രഭുവിന്റെ ഭക്തർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സാലിക്കും. ഇങ്ങനെയാണ്, ഇതാണ് ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഹൃദയം. ഭക്തർക്ക് വിഷമാവുന്നുണ്ട് കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ആര് എന്ത് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിന്. ഇപ്പൊ ശിശുപാലൻ ഭഗവാനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി തോന്നുന്നുണ്ടോ ക്രിട്ടിസൈസ് ചെയ്ത് ഒരു ഓവർ ആയപ്പോൾ ശിശുപാലനെ വധിച്ചു ദേഷ്യം വന്നിട്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ദേഷ്യം വന്നിട്ടല്ല ശിശുപാലനെ വധിച്ചത്. സമയമായി ശിശുപാലന്റെ സമയമായ കാര്യം തിരിച്ച് ജയവിജയന്മാരുടെ പോസ്റ്റിലേക്ക് പോവേണ്ട സമയമായി ശിശുപാലൻ നന്ദവക്രയ്ക്കും. അതുകൊണ്ട് അവരുടെ സമയമായപ്പോൾ അവരെ പറഞ്ഞയക്കുന്നു. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ദേഷ്യം വന്നോ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കും, 101 ഇനി ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശിശുപാലനെ വധിക്കുന്നതല്ല. 7ാമത്തെ സ്കന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു തത്വം പറയുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ക്രിറ്റിസിസം ആവട്ടെ, സ്തുതി ആവട്ടെ, ഇത് രണ്ടും ഭഗവാനെ തൊടുന്നില്ല ശരിക്കും. അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല. അതൊന്നും ഭഗവാനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഈവൻ സ്തുതിയാണെങ്കിലും നമ്മൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ അതുകൊണ്ട് ഭഗവാനൊന്നും, അതായത് അതുകൊണ്ട് ഭഗവാനൊന്നും ബെനിഫിറ്റ് കിട്ടുകയോ ഒന്നുമില്ല. ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്കാണ്. സ്തുതിക്കുന്നത് ആരാണോ അവർക്കാണ്. അപ്പൊ അതുകൊണ്ട് സ്തുതി ചെയ്യുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. അല്ലാതെ ഭഗവാന് നമ്മുടെ സ്തുതി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ സ്തുതിച്ചില്ലെങ്കിൽ അദ്ദേഹം ഫേമസ് ആവാതിരിക്കുന്നില്ല. അദ്ദേഹം ഓൾറെഡി ഫേമസ് ആണ്. അദ്ദേഹമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി. നമ്മുടെ സ്തുതിയിൽ കാര്യമില്ല. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോന്നില്ല. അദ്ദേഹം എല്ലാം തികഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, അല്ലെ? നമുക്കറിയാം ജന്മാദ്യസ്യതാൻവയാത് ഇതരത, ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാം അറിയുന്ന, എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്തുതിയാവട്ടെ നിന്ദയാവട്ടെ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. എന്നാൽ ചില കാര്യങ്ങൾ ചില സമയത്ത് അദ്ദേഹം ആക്ഷൻ എടുക്കുന്നു. കാര്യം അതിൽ പല റീസൺസും ഉണ്ടാവും. ഒന്ന്, ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലീലയിൽ നിന്ന് പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ആക്ഷൻ എടുക്കും. ഉദാഹരണത്തിന് രോമഹർഷൻ എന്ന് പറയുന്ന ആ ഭാഗവതാചാര്യൻ സൂതഗോസ്വാമിയുടെ അച്ഛനെ വധിക്കേണ്ടി വന്നു ബലരാമന്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വധിക്കുന്നു.
എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? അദ്ദേഹം ദേഷ്യം വന്ന് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ കൃഷ്ണനും ബലരാമനും തമ്മിൽ വ്യത്യാസമില്ല. ഇവിടെ ദേഷ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഹാപ്രഭുവിന് തോന്നേണ്ടതായിരുന്നു. ഭഗവാൻ അല്ലെങ്കിൽ തോന്നും ഒരുപക്ഷെ. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ മഹാപ്രഭുവിന് തോന്നിയേനെ, ഓ എന്നെ കുറിച്ച് ക്രിറ്റിസിസം പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം. ബലരാമൻ ആ സമയത്ത് അതേപോലെ ബലരാമന് ദേഷ്യം വന്നു ചെയ്തു എന്ന് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വായിക്കുന്നുണ്ടാവും. പക്ഷെ ബലരാമന്റെ ദേഷ്യം എന്നെ റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടല്ല. ബലരാമന് ദേഷ്യം വന്നത് ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങൾ മുഴുവനും ഏൽപ്പിച്ചിട്ടുള്ള ഒരു വരിഷ്ഠനായിട്ടുള്ള ഒരു ഋഷിവര്യനെ, അദ്ദേഹത്തിന്റെ ജോലിയാണ് പുരാണങ്ങൾ ഇനി പ്രചരിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. ഒരു ടീച്ചറിന്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. കൂട്ടത്തിൽ വ്യാസാസനത്തിലിരുന്ന് അദ്ദേഹം, വ്യാസദേവനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. പുരാണങ്ങൾ എഴുതിയതിനു ശേഷം രോമഹർഷനെ ഏൽപ്പിക്കുന്നു വ്യാസദേവൻ. എത്രയോ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് രോമഹർഷനെ ഏൽപ്പിക്കുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതേപോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആവും. നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിൾ മറ്റുള്ളവർക്ക് ആവുമെന്ന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അവിടെ ആക്ഷൻ എടുത്തു. അല്ലാതെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഈ ഒരു തത്വം നമ്മൾ എപ്പോഴും മനസ്സിലാക്കും. ബലരാമന് ദേഷ്യം വന്നു വധിച്ചു അല്ല. ബലരാമന്റെ ഉള്ളിൽ വിഷമം തോന്നുന്നത് ഇദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആവേണ്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആക്ഷൻ എടുത്തു. അല്ലാതെ ഭഗവാനെ സംബന്ധിച്ച് നിന്ദയാവട്ടെ സ്തുതിയാവട്ടെ ഇതിലൊന്നും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഹിരണ്യകശിപു ഭഗവാനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, പലതും പറയുന്നുണ്ടായിരുന്നു പ്രഹ്ലാദനോട്. പക്ഷെ അതൊന്നും ഭഗവാനെ സംബന്ധിച്ച് ഒന്നും വിഷയമല്ല. പ്രഹ്ലാദനെ കാണാൻ വേണ്ടിയിട്ടും പ്രഹ്ലാദനൊരു സേവനം ചെയ്യാനുള്ള അവസരമാണ് ആര് നോക്കിയത്? ഭഗവാൻ നോക്കിയത്. അല്ലാതെ ഹിരണ്യകശിപുവിനെ കൊന്നു ആ ദേഷ്യം തീർക്കാനൊന്നുമല്ല. അദ്ദേഹത്തിന് എന്ത് ദേഷ്യം? ഒരു സിംഹമായി വന്ന സമയത്ത് ആ ഒരു സിംഹത്തിൻ്റെതായിട്ടുള്ള ഒരു രോഷം അദ്ദേഹം കാണിച്ചിട്ടുണ്ടാവും. അത് പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇവൻ എന്റെ പ്രഹ്ലാദനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള, പ്രഹ്ലാദനെ ബുദ്ധിമുട്ടിച്ചതിന്റെ വിഷമമുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഭക്തരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും അത് ഭഗവാനെ സംബന്ധിക്കുന്ന, ഭഗവാനെ ക്രിട്ടിസൈസ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഹിരണ്യകശിപു ഹിരണ്യാക്ഷനും. ഭഗവാനെ കുറിച്ച് പറയാത്ത കാര്യങ്ങളില്ല, ഇത്രയും മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഭഗവാൻ കാര്യമെടുക്കുന്നില്ല. ഭക്തരെ തൊടുമ്പോൾ ഭഗവാൻ ആക്ഷൻ എടുക്കും. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രഭുപാദ് കനിഷ്ഠാധികാരികൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തപൻ മിശ്രയുടെയും ചന്ദ്രശേഖരന്റെയും ഉള്ളിൽ തോന്നിയ ആ ഒരു വിഷമം കൊണ്ട് അവർ കനിഷ്ഠരെ പോലെ ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രഭുപാദ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ പറയുമ്പോൾ. തപൻ മിശ്രയും എന്താണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭുവിന് പരിശുദ്ധ ഭക്തരായിട്ടുള്ള തപൻ മിശ്രയും ചന്ദ്രശേഖരനോടും കാരുണ്യം തോന്നി എന്നാണ് പറയുന്നത്. ഇവിടെ പരിശുദ്ധ ഭക്തർ എന്ന് വിളിക്കുന്നു. കനിഷ്ഠാധികാരികൾ ഒരിക്കലും പരിശുദ്ധ ഭക്തരാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് പ്രഭുപാദിന്റെ പർപ്പോർട്സ് എല്ലാം നമ്മൾ വായിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് നോക്കിക്കൊണ്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് മനസ്സിലായാൽ എന്താണ് പ്രഭുപാദ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അത് തെറ്റിദ്ധരിക്കും. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? കൂടുതൽ വായിക്കുമ്പോൾ, പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ, പ്രഭുപാദിന്റെ ഭാവാർത്ഥങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂഡ് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സർക്കംസ്റ്റൻസ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വായിക്കുമ്പോഴും കൂടുതൽ പ്രഭുപാദിനെ കുറിച്ച് പ്രഭുപാദ് പറയുന്നത് വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പൊ നോക്കൂ, 2 ശ്ലോകത്തിലായിട്ട് അപ്പോൾ അവിടെ വായിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രഭുപാദ് കനിഷ്ഠരെന്ന് വിളിക്കുന്നവര് കനിഷ്ഠരെന്ന് വിളിക്കുന്നതല്ല, ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഒരു കാര്യം നമ്മൾക്ക് മെസ്സേജ് പറഞ്ഞു തരുവാണ്. അവരുടെ ഉള്ളിൽ വിഷമം തോന്നി, അവർക്ക് തിരിച്ചു പറയാൻ അവർ ചെയ്യുന്നില്ല. മഹാപ്രഭു തന്നെ അത് ക്രിറ്റിസിസത്തെ അല്ലെങ്കിൽ അവർ പറയുന്നതിന് വേണ്ട മറുപടി കൊടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ഉള്ളിൽ വിഷമവും തോന്നുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ വേണ്ടി പ്രഭുപാദ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ 2ാമത്തെ ഭാവാർത്ഥത്തിൽ അടുത്തുള്ള ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു പരിശുദ്ധ ഭക്തരെന്നാണ് വിളിക്കുന്നത്. അതാണ് പ്രഭുപാദിന്റെ ബ്യൂട്ടിഫുൾ
മനോഹരമായിട്ടുള്ള ഭാവാർത്ഥങ്ങൾ, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പ്രഭുപാദ് പല കാര്യങ്ങളും പല മെസ്സേജസും നമുക്ക് തരും. ഓക്കെ, ശ്ലോകം 53. आसी निवेदन करे चरणे धारिया एक वस्तु मागो देहा प्रसन्न इया. हरे कृष्ण प्रभु. आसी निवेदन करे चरणे धरिया एक वस्तु मागो देह प्रसन्न हिया. विवर्तन भावार्थम by His Divine Grace Sabha ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രാഹ്മണൻ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും തന്റെ അപേക്ഷ സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: വേദങ്ങൾ ഇപ്രകാരം അനുശാസിക്കുന്നു: തദ്വിധി പ്രതിപാദേന പരിപ്രശ്നേന സേവയാ. ഒരുവൻ വിനയപുരസ്സരം ഒരു ഉന്നതാധികാരിയെ സമീപിക്കേണ്ടതുണ്ട്. ഭഗവത്ഗീത 4:34. ആത്മീയാധികാരികളെയോ ഗുരുവിനെയോ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്, പകരം അവർക്ക് വിധേയനായി തന്റെ അപേക്ഷ സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു മാതൃകാപരനായ പ്രബോധകനെ എന്നതുപോലെ തന്നെയാണ് അവിടുത്തെ ശിഷ്യന്മാരും. മഹാപ്രഭുവുമായുള്ള സംഘത്താൽ ശുദ്ധീകൃതനായ ബ്രാഹ്മണൻ ഈ തത്വങ്ങൾ അനുസരിച്ചാണ് തന്റെ അപേക്ഷ ഉന്നതാധികാരിക്ക് സമർപ്പിക്കുന്നത്. അദ്ദേഹം മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ ബ്രാഹ്മണൻ, അവിടെ ഒരു ബ്രാഹ്മണൻ വരുന്നു. അപ്പോൾ ചന്ദ്രശേഖറും തപൻ മിശ്രയും മഹാപ്രഭുവിനോട് വിഷമം പറയുന്ന സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ വരുന്നു. ഇതാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോറി ഓൾറെഡി നേരത്തെ, എനിക്ക് തോന്നുന്നു കുറച്ച് ക്ലാസ്സുകൾ മുമ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇവിടെ ശ്ലോകം ഇപ്പോഴാണ് വരുന്നത്, ഒരു സെക്ഷൻ ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ ഇതിന് മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രാഹ്മണൻ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം നിവേദനം സമർപ്പിക്കുകയാണ്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതാണ് രീതി, ഇങ്ങനെയായിരിക്കണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നമ്മളൊരു സുപ്പീരിയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പോകുന്ന സമയത്ത് അവരോട് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിവേദനം സമർപ്പിക്കാനോ പോകുമ്പോൾ ചെയ്യേണ്ട എറ്റിക്കേറ്റ് ആണ് ഇത്. അതായത് പ്രണിപാതം, പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ബഹുമാനത്തോടുകൂടി നമ്മൾ പറയാൻ പോകുന്ന കാര്യം പ്രസന്റ് ചെയ്യുക. വളരെയധികം പ്രധാനപ്പെട്ട നമുക്ക് തോന്നുന്ന പോലെ കാഷ്വൽ ആയിട്ട് ഡീൽ ചെയ്യേണ്ടതല്ല സുപ്പീരിയേഴ്സിനെ. അതോറിറ്റി, പ്രത്യേകിച്ചും ഗുരു. ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഗുരുസ്ഥാനത്താണ്. അദ്ദേഹം ആ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ, വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമസ്കരിച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ സൗമ്യമായി, വളരെ സിമ്പിളായി, കോംപ്ലിക്കേറ്റ് ചെയ്യാതെ, വളരെ വിനയത്തോടുകൂടി നമ്മൾ നല്ല ഭാഷ ഉപയോഗിച്ച് അത് പ്രസന്റ് ചെയ്യണം. വിനയം ആവശ്യമാണ്. അതേപോലെ കോംപ്ലിക്കേറ്റ് ആക്കരുതെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ചോദ്യം തന്നെ ഒരു ക്ലാസ് പോലെ 10 മിനിറ്റ് ഉണ്ടാവും. അവസാനം ചോദ്യം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാത്ത രീതിയിലേക്കുള്ള ഒരു ചോദ്യമായിരിക്കും. അങ്ങനെ പലപ്പോഴും സംഭവിക്കാം. നമ്മളൊരു സർക്കംസ്റ്റൻസ്, ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഉള്ള ഒരു കഥ പോലെ പറഞ്ഞ് അവസാനം അതിലെ ചോദ്യം ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കഥ രൂപത്തിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ അവർ വിചാരിക്കും, അവരുടെ ശ്രദ്ധ ചിലപ്പോൾ വേണ്ട രീതിയിൽ കിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല തിരക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ഉള്ള ഒരാളുടെ 1 മിനിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ 1 മിനിറ്റിൽ നമ്മൾ ചോദ്യം ചോദിച്ച് അതിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് അവർ പറയുന്ന രീതിയിൽ പറഞ്ഞു തരും. നമുക്ക് അവർക്ക് സാധിക്കും. പക്ഷെ നമ്മളാണെങ്കിൽ നമ്മുടെ സ്റ്റോറി എല്ലാം അതിനകത്ത് ചേർത്ത് പലപ്പോഴും അങ്ങനെയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പോകുമ്പോൾ ആരോട് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ധാരണ നമുക്ക് വേണം. അല്ലാതെ എങ്ങനെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. ഇതെല്ലാം മഹാപ്രഭുവിന്റെ ചരിത്രത്തിലൂടെ, മഹാപ്രഭുവിന്റെ ഭക്തരിലൂടെ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നു. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം വളരെ സ്പെഷ്യൽ ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതം എവിടെയാണ് നിർത്തുന്നത് അവിടെ നിന്നും ചൈതന്യ ചരിതാമൃതം ആരംഭിക്കുന്നു.
ഭഗവത്ഗീത നിർത്തുന്നിടത്തും ഭാഗവതം തുടങ്ങുന്നു, ഭാഗവതം നിർത്തുന്നിടത്ത് ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ കാര്യം ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ അദ്ദേഹത്തിന്റെ ലീലകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പ്രാക്ടിക്കലി അതെങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, ഭക്തരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ചൈതന്യ ലീലയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഭക്തഭാവത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം ഭക്തരെ എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ മഹാപ്രഭുവിന്റെ ഒരുപാട് പാർഷദരുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു മഹാപ്രഭുവിന്റെ ഡിവോട്ടീസ് ആണ് ഇവരെല്ലാവരും, പാർഷദരാണ്. അവരുടെ ബിഹേവിയർ നോക്കൂ, അവരുടെ പെരുമാറ്റങ്ങൾ നോക്കൂ, അവർ ഡീൽ ചെയ്യുന്ന രീതികൾ നോക്കൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം പഠനം വളരെ അത്യാവശ്യമാണ്. ഗൗഡിയ വൈഷ്ണവരുടെ മഹാസൗഭാഗ്യമാണ്. നമ്മുടെ ഗൗഡിയ വൈഷ്ണവരുടെ മാത്രം, അല്ലെങ്കിൽ ഗൗഡിയ വൈഷ്ണവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള, മാത്രമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ആക്സസിബിലിറ്റി ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഗൗഡിയ വൈഷ്ണവർക്ക് മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സിന് വേണ്ടി സൂര്യനെ പോലെ അല്ലെങ്കിൽ 1000 സൂര്യനെ പോലെ ഉദിച്ചിട്ടുള്ളതാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ അദ്ദേഹത്തിന്റെ പേനയിൽ നിന്ന്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന്, അങ്ങനെ തന്നെ പറയണം. മഹാപ്രഭു ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മുടെ ഇനി മുന്നോട്ട് ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതം എഴുതുന്നത് ഞാനല്ല, മഹാപ്രഭുവാണ്. ഞാൻ വെറും നിമിത്തമാണ്. 95 വയസ്സായിട്ടുള്ള ഞാൻ എന്ത് എഴുതാനാണ്? അദ്ദേഹം പറയുന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണ് കാണുന്നില്ല, പിന്നെ അതേപോലെ എഴുതാൻ സാധിക്കുന്നില്ല, കൈ വിറയ്ക്കുന്നു, ശരീരം മുഴുവനും വിറയ്ക്കുന്നു, പ്രായത്തിന്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥം അദ്ദേഹം പറയുന്നു ഞാനല്ല എഴുതുന്നത്, ചൈതന്യ മഹാപ്രഭു നേരിട്ട് എഴുതുന്നു, എന്നെ ഉപയോഗിക്കുന്നു, ഞാനും വെറും നിമിത്തമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് മഹാപ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതം. ചൈതന്യ ചരിതാമൃതം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മളെല്ലാവരും വളരെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ലീലകൾ മനോഹരമാണ്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ നിന്ന്. ശ്ലോകം 54. സകല സന്യാസി മുയി കൈനു നിമന്ത്രണ തുമി യദി ഐസ പ്രപൂർണ ഹയ മോര മന. ഹരേ കൃഷ്ണ. സകല സന്യാസി മുയി കൈനു നിമന്ത്രണ തുമി യദി ഐസ പൂർണ്ണ ഹയ മോര മന. വിവർത്തനം ഭാരതം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ പ്രഭു, ബനാറസിലെ എല്ലാ സന്യാസിമാരെയും ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. അവിടുന്നും എന്റെ ഈ ക്ഷണം സ്വീകരിച്ചാൽ എന്റെ അഭീഷ്ടം സഫലമാകും. ഭാവാർത്ഥം. ആ സമയം ബനാറസിലുള്ള ഏക വൈഷ്ണവ സന്യാസി മഹാപ്രഭുവാണെന്നും മറ്റുള്ള സന്യാസിമാരെല്ലാം മായാവാദികളാണെന്നും ബ്രാഹ്മണന് അറിയാമായിരുന്നു. സന്യാസിമാരെ ഇടയ്ക്കിടെ തങ്ങളുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം നൽകേണ്ടത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ്. മായാവാദി സന്യാസിമാരും സന്നിഹിതരാകുമെന്നതിനാൽ മഹാപ്രഭുവിനെ കൊണ്ട് ക്ഷണം സ്വീകരിപ്പിക്കാൻ പ്രയാസമാണെന്ന് ബ്രാഹ്മണൻ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ വീണ് തന്റെ അഭീഷ്ടം സാധിച്ചു തരണമെന്ന് അദ്ദേഹം താഴ്മയായി അപേക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ വന്ന് ബ്രാഹ്മണൻ കാലിൽ വീണുകൊണ്ട് അപേക്ഷിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിനോട്. അദ്ദേഹം പറയുന്നു, ഞാൻ ബനാറസിലുള്ള എല്ലാ സന്യാസിമാരെയും വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്റെ ആഗ്രഹം സബലീകരിച്ചു തന്നാലും, എന്റെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചാലും, എന്റെ വീട്ടിലേക്ക് വന്നാലും. അതായത് ഉദ്ദേശിക്കുന്ന എന്താണ്? സന്യാസിമാർ ഒരുപാട് മായാവതി സന്യാസികളാണ് മുഴുവനും ബനാറസിൽ അന്നുണ്ടായിരുന്നത്. വൈഷ്ണവ സന്യാസി ആകെ ചൈതന്യ മഹാപ്രഭു മാത്രമേ ഉള്ളൂ. ഈ ബ്രാഹ്മണനാണെങ്കിൽ വൈഷ്ണവനാണ്. അതുകൊണ്ട് മായാവതി സന്യാസിമാർക്ക് വൈഷ്ണവിസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുവാണ് മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറയുന്നു, ഞാൻ എല്ലാ സന്യാസിമാരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, പ്രസാദത്തിനായി അങ്ങും വരണം എന്ന് പറയുവാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണനൊരു സംശയം ഉണ്ട്. കാര്യം മഹാപ്രഭു ഇങ്ങനെയുള്ള ക്ഷണം സ്വീകരിക്കുമോ എന്നുള്ള സംശയമുണ്ട് ആർക്ക്? ബ്രാഹ്മണന്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ
വളരെയധികം റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചൈതന്യ മഹാപ്രഭുവോട്, ദയവ് ചെയ്ത് ഈ ഒരു ക്ഷണം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് കാലിൽ വീണുകൊണ്ട്, പാദങ്ങളിൽ വീണുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം പറയുവാണ്, ദയവ് ചെയ്ത് അങ്ങ് വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ ബ്രാഹ്മണൻ നോക്കൂ, ബ്രാഹ്മണൻ ഒരു നിമിത്തമാവുന്നു. ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് വൈഷ്ണവരെങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഭക്തി, ശരിയായിട്ടുള്ള ഭക്തി എന്നുള്ളതൊക്കെ മായാവാദികൾക്കറിയില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇത്. അപ്പോൾ ഭഗവാന്റെ ഭക്തര് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു അവസരത്തിൽ അങ്ങ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. കൂടുതൽ ഭക്തരെ കാണാനുള്ള ആഗ്രഹം ഭക്തർക്കും ഉണ്ട്. ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ ഭഗവാൻ ആഗ്രഹിക്കുന്നു എല്ലാവരിലും ഭക്തി എത്തണം എന്നുള്ളത്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും ആഗ്രഹിക്കുന്നു, ഈ ഒരു ഭാഗ്യം, എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം മറ്റുള്ളവർക്കും കിട്ടണം. അവരും അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ചൈതന്യ മഹാപ്രഭു നേരിട്ട് ഉണ്ട്. അതുകൊണ്ട് മഹാപ്രഭുവിനോട് തന്നെ പറയുകയാണ്, ചെയ്യൂ, അത് ദയവായി ചെയ്യണം എന്നുള്ളത്. ശ്ലോകം നോക്കാം. 55 നായാഹ സന്യാസി ഗോഷ്ഠി ഇഹ ആമിജാനി മോരെ അനുഗ്രഹ കര നിമന്ത്രണമാനി. ഹരേ കൃഷ്ണ. നായാഹ സന്യാസി ഗോഷ്ഠി ഇഹ ആമിജാനി മോരെ അനുഗ്രഹകാര നിമന്ത്രണഹമാനി. വിവർത്തനമേന്റെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ മഹാപ്രഭു, അല്ലയോ പ്രഭു, അങ്ങ് മറ്റ് സന്യാസിമാരുമായി ഒത്തുചേരുകയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദയവായി എന്നിൽ കാരുണ്യം കാട്ടി എന്റെ ക്ഷണം സ്വീകരിച്ചാലും. ഒരു വൈഷ്ണവാചാര്യൻ തന്റെ തത്വങ്ങളിൽ നിഷ്കർഷയുള്ളവനാണ്. അദ്ദേഹം വജ്രായുധം പോലെ കഠോരനാണെങ്കിലും പുഷ്പസമാനം മൃദുലനുമാണ്. ഇപ്രകാരം യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വതന്ത്രനാണ്. എല്ലാ നിയമനിബന്ധനകളും കർശനമായി പാലിക്കുമെങ്കിലും ചിലപ്പോൾ തന്റെ നയത്തിൽ അയവ് കാട്ടുന്നു. മഹാപ്രഭു മായാവാദി സന്യാസിമാരുമായി കൂട്ടുചേരാറില്ലെങ്കിലും അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ ബ്രാഹ്മണന്റെ ക്ഷണം സ്വീകരിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നു, എനിക്കറിയാം അങ്ങ് മായാവാദി സന്യാസികളുമായിട്ട് ഇടപെടുകാറില്ല, എന്നാലും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് ഈ ഒരു ക്ഷണം സ്വീകരിക്കണം, കനിവ് കാണിക്കണം, എന്നോട് കനിവ് കാണിക്കണം, അങ്ങ് വീട്ടിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ശീലപ്രഭുജി പറയുന്നു, മഹാപ്രഭു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സന്യാസിയാണ്. അദ്ദേഹം വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സന്യാസിയായിരുന്നു. എല്ലാ പ്രിൻസിപ്പിൾസും വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജഗന്നാഥ്പുരിയിൽ ഇരിക്കുന്ന സമയത്ത് മഹാരാജ് പ്രതാപരുദ്ര മഹാരാജാവിന് ദർശനം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതാപരുദ്ര മഹാരാജ് പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നുണ്ടായിരുന്നില്ല, രാജാവാണെന്ന് ഉള്ള കാരണം കൊണ്ട് മാത്രം. അതേപോലെ സ്ത്രീകൾ, മഹാപ്രഭു എത്രയോ ഡിസ്റ്റൻസ് അകലെയാണ്, അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു പെർമിഷൻ പോലുമില്ല. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സന്യാസിയായിരുന്നു മഹാപ്രഭു. അപ്പോൾ ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ പ്രിൻസിപ്പിൾസും വളരെയധികം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് മഹാപ്രഭു ഒരു കാരണവശാലും മായാവാദികളുമായിട്ട് മായാവതി സന്യാസിമാരുമായിട്ട് യോജിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഇവിടെ പറയുന്നു, ചൈതന്യ മഹാപ്രഭു കാരുണ്യവാനാണ്. അദ്ദേഹം ഹയർ പർപ്പസിന് വേണ്ടി ചൈതന്യ മഹാപ്രഭു ഇവിടെ മായാവാദി സന്യാസിമാരെ അവരെ കാണുവാൻ, ഇടപെടുവാൻ ഉള്ള ഒരു അവസരത്തിന്, അല്ലെങ്കിൽ ആക്ച്വലി ബ്രാഹ്മണൻ വിളിക്കുന്നത് അതിനാണ്, അവിടെ വന്ന് അവരെ ഭക്തരാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ബ്രാഹ്മണൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവം സ്വീകരിച്ച് മായാവാദികളെ കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുള്ള സ്ഥലത്തേക്ക് പോകാൻ മഹാപ്രഭു തീരുമാനമെടുക്കുന്നു. സാധാരണ ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഹയർ പർപ്പസിന് വേണ്ടി ചൈതന്യ മഹാപ്രഭു അങ്ങനെ ചെയ്യുന്നു. ശ്ലോകം 56. പ്രഭു ഹാസി നിമന്ത്രണ കൈല അംഗീകാർ സന്യാസി കൃപ ലാഗി ഏ ഭംഗിതാഹാർ. ഹരേ കൃഷ്ണ. ശ്ലോകം 56. പ്രഭു ഹസി നിമന്ത്രണ കൈല അംഗീകാര
സന്യാസി രേ കൃപ ലാഗി ഏ ഭംഗി തൻഹാര. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാപ്രഭു മന്ദഹസിക്കുകയും ബ്രാഹ്മണന്റെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. മായാവാദി സന്യാസിമാരിൽ തന്റെ കാരുണ്യം ചൊരിയുവാനായാണ് അവിടുന്ന് ഈ നടപടി സ്വീകരിച്ചത്. ഭാവാർത്ഥം ബനാറസിലെ മായാവാദി സന്യാസിമാർ മഹാപ്രഭുവിനെ വിമർശിക്കുന്നത് കണ്ടുള്ള തങ്ങളുടെ ദുഃഖം തപനമിശ്രയും ചന്ദ്രശേഖരനും അവിടത്തെ അറിയിച്ച സമയം മഹാപ്രഭു പുഞ്ചിരി തൂവുക മാത്രം ചെയ്തു. എന്നാലും അവിടുന്ന് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റാൻ ആഗ്രഹിച്ചു. ബ്രാഹ്മണൻ അവിടുന്ന് മറ്റു സന്യാസിമാരുടെ ഇടയിൽ സന്നിഹിതനാകുവാനായി ക്ഷണിച്ചപ്പോൾ അതിനുള്ള അവസരവും സമാഗതമായി. മഹാപ്രഭുവിന്റെ സർവശക്തിത്വത്താൽ ഇവ ഒരേ സമയം സംഭവിക്കാൻ ഇടയായി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് ക്ഷണം സ്വീകരിക്കുന്നു. ബ്രാഹ്മണൻ പറയുന്ന പോലെ അദ്ദേഹം ശരിയെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ പറയുന്നു മഹാപ്രഭു അദ്ദേഹത്തിന്റെ മഹാകൃപ മഹാകാരുണ്യം മായാവാദി സന്യാസികളുടെ മുകളിൽ അദ്ദേഹം അവരോട് കാരുണ്യം തോന്നുന്നു ചൈതന്യ മഹാപ്രഭുവിന്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു ചൈതന്യ മഹാപ്രഭു ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ക്ഷണം സ്വീകരിക്കുന്നു. 2 പർപ്പസ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ്, അവരുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ ആഗ്രഹം എന്തായിരുന്നു, തപൻ മിശ്രയും അതേപോലെ തന്നെ ഇദ്ദേഹവും ചന്ദ്രശേഖറും അവരും വിഷമത്തോടു കൂടി പറഞ്ഞതാണ് മഹാപ്രഭു എന്തെങ്കിലും ചെയ്യണം, അവരെല്ലാം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണനും വന്നത് തന്നെ പറഞ്ഞു. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരുടെ ആഗ്രഹം നിറവേറ്റാനും കൂട്ടത്തിൽ എല്ലാ മായാവാദി സന്യാസികളെ ഉദ്ധരിക്കാനും വേണ്ടിയാണ് മഹാപ്രഭു ആ ഒരു ക്ഷണം സ്വീകരിക്കുന്നത്. ശ്ലോകം 57. സേ വിപ്രജാനേന പ്രഭു നായാന കരഘരെ താഹാര പ്രേരണായ താരെ അത്യാഗ്രഹ കരേ. ഹരേ കൃഷ്ണ പ്രഭു. സേ വിപ്രജാനേന പ്രഭു നായാന കരഘരെ താൻഹാര പ്രേരണായി താൻറേ അത്യാഗ്രഹ കരേ. വിവർത്തനം ബൈ ശ്രീ വെങ്കടേശ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാപ്രഭു ഇത്തരം ക്ഷണങ്ങൾ സ്വീകരിക്കാറില്ലെന്ന് ബ്രാഹ്മണനെ അറിയാമായിരുന്നെങ്കിലും അവിടെ നിന്നുള്ള ഉൾപ്രേരണ മൂലം ബ്രാഹ്മണൻ അതിന് വ്യഗ്രത കാട്ടി. ഹരേ കൃഷ്ണ. ബ്രാഹ്മണന് അറിയായിരുന്നു ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയുള്ള ക്ഷണങ്ങളൊന്നും സ്വീകരിക്കില്ല. എന്നാൽ ചൈതന്യ മഹാപ്രഭു ക്ഷണം സ്വീകരിക്കുന്നു. ഇവിടെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ മഹാകൃപയാണത്. 58. ആരദിനെ ഗേല പ്രഭു സേവി പ്രഭാവനെ ഭവനെ ദേഖിലേന വശീയാചേന സന്യാസിരഗണേ. ഹരേ കൃഷ്ണ. ആരാധ്യനെ ഗേലോ പ്രഭു സേ വിപ്രഭവനെ അദേഖിലേന വസിയാചേൻ സന്യാസിരഗണേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അടുത്ത ദിവസം മഹാപ്രഭു ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തിയപ്പോൾ ബനാറസിലെ സന്യാസിമാരെല്ലാം അവിടെ ഉപവിഷ്ടരായിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഹരേ കൃഷ്ണ. അടുത്ത ദിവസം ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണൻ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ബനാറസിലുള്ള എല്ലാ സന്യാസിമാരും അവിടെ ഇരിക്കുന്നത് കാണുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. 58-ാമത്തെ ശ്ലോകം വരെ നാം നോക്കി. 59 മുതൽ അടുത്ത ക്ലാസ്സിൽ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നോക്കാം. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. ശ്രീ ചൈതന്യ ചരിതാമൃത് കി ജയ്. ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കി ജയ്. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് ഹരിബോൾ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ പ്രതാപരുദ്ര മഹാരാജന് അവസാനം ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് കണ്ടുപിട്ട് ആരോ റെക്കമെൻഡ് ചെയ്തിട്ടല്ലേ കാണാൻ സാധിച്ചത്? കൊറേ ഭക്തർ റെക്കമെൻഡ് ചെയ്യും. അത് എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആണ്. ചൈതന്യ ചരിതാമൃതത്തില് മധ്യലീലയിൽ വരുന്നതാണ്. അവിടെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും. നിത്യാനന്ദ പ്രഭു റിക്വസ്റ്റ് ചെയ്യും, സർവം ഭട്ടാചാര്യ റിക്വസ്റ്റ് ചെയ്യുന്നു, രാമാനന്ദർ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും റിക്വസ്റ്റ് മഹാപ്രഭു റിജക്ട് ചെയ്യും. എല്ലാവരുടെയും റിക്വസ്റ്റ്. അതേപോലെ തന്നെ നീലാചലിലെ ഈ അദ്ദേഹത്തിന്റെ ആ രാജാവിന്റെ പേരെന്താണ്? ഞാൻ പേര് മറക്കും എപ്പോഴും.
ജഗന്നാഥ് ബൽദേവ് മരത്തിന്റെ തടി കൊണ്ടുവന്ന് ആ രാജാവിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, എന്താണ്? ഇന്ദ്രദുമ്നന് അവിടെ എന്താണ് സംഭവിച്ചത്? നീലാചലിൽ പോയപ്പോ ഇവരെ അവിടുത്തെ പ്രതിഷ്ഠ കാണാൻ സാധിച്ചില്ല. പിന്നീടാണ് ഇന്ന സ്ഥലത്ത് പോയാൽ കാണാൻ. അതിന്റെ ഒരു കഥ എന്താ ഒന്ന് പറയാമോ? ഞാൻ മറന്നു പോണ ഈ ചില കാര്യം. സ്റ്റോറി വലുതാണ് പ്രഭു, എന്നാലും ഇവിടെ നോ പ്രോബ്ലം. ഇവിടെ ചൈതന്യ ആദ്യത്തെ മഹാരാജ് പ്രതാപരുദ്രയുടെ കാര്യം അവരെല്ലാവരും ഈ പറയുന്ന കുറെ ഭക്തരെ റിക്വസ്റ്റ് ചെയ്യുന്നു. അതും മഹാപ്രഭുവിന്റെ വലതും ഇടതുമായിട്ടുള്ള ആളുകൾ. സർവംഭ ഭട്ടാചാര്യയെ ഒരുപാട് ഇഷ്ടമാണ് മഹാപ്രഭുവിന്. അതേപോലെ തന്നെയാണ് രാമാനന്ദ റായ്. അവരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടും നിത്യാനന്ദ പ്രഭുവും പറയുന്നുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞിട്ടും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അവസാനം അദ്ദേഹം പറയും, ഇനി ആരെങ്കിലും ഈ നിവേദനമായിട്ട് വരുവാണെങ്കിൽ ഞാൻ ജഗന്നാഥപുരി വിട്ടു പോകുമെന്ന് പറയുന്നു മഹാപ്രഭു. അതിനുശേഷം പിന്നീട് ഈ രഥയാത്ര നടക്കുന്ന സമയത്ത് മഹാരാജ് പ്രതാപരുദ്ര രഥത്തിന് മുമ്പിൽ അടിച്ചു വാരുന്നത് കാണുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അപ്പോഴും അത് മഹാപ്രഭു വിട്ടുകൊടുക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ഒരു രഥയാത്രയുടെ ദിവസം ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സർവം ഭട്ടാചാര്യയും എല്ലാ ഭക്തരും പറയുന്നു ഇദ്ദേഹത്തോട്, ഈ ഒരു വേഷത്തിൽ പോകരുത്, വേഷം മാറിക്കൊണ്ട് പോകണമെന്ന് പറയുന്നു. വേഷം മാറി അങ്ങനെ മഹാരാജ് പ്രതാപരുദ്ര സാധാരണ ഒരു വൈഷ്ണവ വേഷത്തിൽ പോകുന്നു. രാജാവിന്റെ വേഷമെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഒരു വൈഷ്ണവന്റെ പോലെ ഒരു ധോത്തിയും ഒരു ഉപരിവസ്ത്രവുമായിട്ട് അദ്ദേഹം പോകുന്നു. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ജഗന്നാഥ് വല്ലഭ പൂങ്കാവനത്തിൽ, ആ പൂന്തോട്ടത്തിൽ ചൈതന്യ മഹാപ്രഭു റെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നു. മഹാപ്രഭു ആണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് കൃഷ്ണ 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 എന്ന് പറഞ്ഞ് കിടക്കുവാണ്. ആ സമയത്ത് മഹാരാജ് പ്രതാപരുദ്ര ഗോപിഗീതം തുടങ്ങും. അങ്ങനെ ശ്ലോകം തുടങ്ങി ജയതി തേതികം തുടങ്ങുന്നു. തവ കഥാമൃതം എത്തുമ്പോൾ തവ കഥാമൃത ശ്ലോക രാജായെ പടിയില ഊഠി പ്രേമാവേശ പ്രഭു ആലിംഗന കേല. ചാടി എഴുന്നേക്കുന്നു മഹാപ്രഭു, ആലിംഗനം ചെയ്യുന്നു. ആ ശ്ലോകത്തിൽ കൂടെയാണ് അതിന് ഇത് വരുന്നത്. ഭാഗവതം കേൾക്കുമ്പോൾ, ഗോപിഗീതം കേൾക്കുമ്പോൾ ഗോപിഗീതത്തിലൂടെ മഹാപ്രഭു കാര്യം. എന്നിട്ട് മഹാപ്രഭു ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നീ എന്തിനു വന്നു? ഞാൻ ചോദിക്കാതെ തന്നെ നീ വന്ന് എന്റെ ചെവിയിൽ കൃഷ്ണ കഥാമൃതം തന്നുകൊണ്ടിരിക്കുകയാണ്. നീ ആരാണെന്ന് ചോദിക്കുകയാണ് മഹാപ്രഭു. അപ്പോൾ അദ്ദേഹം പറയും, രാജാ കഹേ അമേ തുമാർ ദാസേരാനുദാസ് ഭൃത്യരെ ഭൃത്യക്കറ് ഏയ് മോറ ആഷ്. അദ്ദേഹം പറയുന്നു, രാജാവ് പറയുന്നു, ഞാൻ അങ്ങയുടെ ഭൃത്യനാണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ ഭൃത്യൻ രാമാനന്ദ റായ് ആണ്. രാമാനന്ദ റായ് രാജാവിന്റെ ഗവർണറാണ്. പക്ഷെ രാമാനന്ദ റായ് പറയാണ് മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട പാർഷദരാണ് രാമാനന്ദ റായ്. അതുകൊണ്ട് പറയുന്നു, അങ്ങയുടെ ഭൃത്യനാണ്. അതായത് അങ്ങയുടെ ഭൃത്യന്റെ സെർവന്റ് ആണ് ഞാൻ. പക്ഷെ പൊസിഷൻ നോക്കുമ്പോൾ അദ്ദേഹമാണ് വലുത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഒന്നുമില്ല. പിന്നെ മഹാപ്രഭുവിന് പറയാൻ, മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുക്കുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. പിന്നെ അവിടെ സന്തോഷ അശ്രുക്കൾ, അഷ്ടസ്വാത്വിക വികാരങ്ങൾ ഒക്കെയാണ്. അതാണ് ആ ഒരു ലീല. ഇന്ദ്രദുമ്ന മഹാരാജിന്റെ കഥയാണെങ്കിൽ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ജഗന്നാഥന്റെ ചരിത്രം പ്രഭു. അത് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ വരുന്നു, ഇതെല്ലാം പറയുന്നു, ഇങ്ങനെ തടി വരും എന്നുള്ളതും ഒക്കെ. അതിനുശേഷം അദ്ദേഹം വിശ്വകർമ്മനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, വിശ്വകർമ്മൻ പറയുന്നുണ്ട്, കുറച്ചു ദിവസം കാത്തിരിക്കണം, പെട്ടെന്നാവില്ല, സമയമെടുക്കും, ഇതിന് ക്ഷമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ ഇടയിൽ അദ്ദേഹം കുറെ ദിവസം കഴിഞ്ഞിട്ടും വിശ്വകർമ്മനെ കാണുന്നില്ല പുറത്തു വരുന്നത്. അവസാനം അദ്ദേഹം വാതിൽ തുറന്ന് നോക്കും. ആ സമയത്ത് പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ജഗന്നാഥന്റെ ഈ ഒരു രൂപം, ജഗന്നാഥ് ബലദേവ് സുഭദ്രാമ്മയുടെ രൂപം പൂർണ്ണമാവുന്നത്. അങ്ങനെ പിന്നീട് അത് തന്നെ സ്ഥാപിച്ചാൽ മതി എന്ന് ഭഗവാൻ തന്നെ പറയും. ഇതന്നെ മതി, ഈ രൂപത്തിലാണ് ഞാൻ അറിയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഥയുണ്ട് അതിന്റെ പുറകെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭുപാദ് കി ജയ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ പ്രണാം. ഹരേ കൃഷ്ണ പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രണാം.